എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനത്തെ ഒരു ഇത് മാറിയിട്ട് ഈ എക്ക് ചെയ്യാൻ പറ്റാത്ത ആർട്ട്, പുതിയൊരു ആർട്ട് ഉണ്ടാക്കാൻ എക്ക് പറ്റത്തില്ലല്ലോ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഈ ആർട്ട് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ ഒരു ഹ്യൂമൻ ബീങ് ഉണ്ടാക്കുന്ന അത്ര ഇവോൾവ് ആയിട്ട് ഒരു ആർട്ട് ഉണ്ടാക്കാൻ ഇപ്പൊ വരുന്നുണ്ട്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. മറ്റേ ആരോ പറഞ്ഞാൽ ഓർക്കണം, അതായത് എഐന്റെ ലിമിറ്റേഷൻസ് നമ്മൾ ഒരിക്കലും സെറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും ഹ്യൂമൻസിന്റെ അത്രയും എത്താൻ പറ്റില്ല, പക്ഷെ ഹ്യൂമൻസിനെക്കാട്ടിയും ഡെവലപ്ഡ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ AI എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ അല്ല ഇതിനെ പ്രോഗ്രാം ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണല്ലോ, ഇന്റലിജന്റ് അല്ലല്ലോ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്, പക്ഷെ പേര് എക്സാമ്പിൾ പറഞ്ഞാൽ ക്ലിയർ ആവും. അതായത് ഇപ്പോൾ ഒരു മനുഷ്യനെ ഞാൻ ഇപ്പോൾ ഈ മനുഷ്യനാണ്, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ട്രെയിൻ ചെയ്യാണ്, എടാ ഇത് പഠിക്കും. എനിക്ക് എത്രത്തോളം ലിമിറ്റേഷൻ എടുത്ത് പഠിക്കാൻ, ഇങ്ങനെ റിവൈസ് ചെയ്യണം, അതാക്കണം. പക്ഷേ AI മോഡൽസിനെ വെച്ചിട്ട് എനിക്ക് അത്രയും ഇൻഫർമേഷൻസ് ലോഡ് ചെയ്തിട്ട് അത് റീഡിഫൈൻ ചെയ്തിട്ട് ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യാൻ, ഒരു ഫോട്ടോഷോപ്പിൽ ഇമേജ് ഉണ്ടാക്കാൻ എനിക്ക് എത്ര സമയം വേണ്ടി വരും? അത്രയും സമയം വേണ്ടി വരും. ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യാൻ, വീഡിയോ എഡിറ്റ് ചെയ്തുണ്ടാക്കാൻ അത്രയും സമയം വേണ്ടി വരും. ഇതൊക്കെ AI ചെയ്തുകൊണ്ടിരിക്കുക. ബട്ട് സ്റ്റിൽ നമുക്ക് പുതിയൊരു കാര്യം ഉണ്ടാക്കണമെങ്കിൽ എക്ക് പറ്റത്തില്ലല്ലോ. ഉദ്ദേശിച്ച് പറഞ്ഞാൽ മനസ്സിലായി. അതായത് AI ഒരു ഫ്രീ വില്ല് പോലെ. ഫ്രീ വില്ലായിട്ടും പറയാം. അതായത് ഇപ്പോൾ എക്ക് ഉള്ള കാര്യം തന്നെ ഡിഫൈൻ ചെയ്ത് റീഡിസൈൻ ചെയ്യാനേ പറ്റത്തുള്ളൂ, പുതിയൊരു കാര്യം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതിന്റെ പുറത്തേക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതിന്റെ കോഡ് ചെയ്ത സംഭവം അത് ചെയ്യുള്ളൂ, പക്ഷെ അതിന്റെ പുറത്തേക്ക് അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ എവിടെയാണെങ്കിലും നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. അതാണ് ഉദ്ദേശിച്ച് ഫ്രീ വില്ല്. അതായത് പുറത്ത് മറ്റേ ഒരു സിനിമ ഇറങ്ങിയത് ഫ്രീ ഗൈ, ഫാൾ ഗൈ. ഫ്രീ ഗൈ പറയട്ടെ, ഒരു ഗെയിമിന്റെ ഒരു ഗെയിമില് ആ AI NPC ആവും, ആ ഗെയിമിൽ ഒരു NPC ആവും. അതിലിവന് ഫ്രീ വില്ല് വരണല്ലേ, ഫ്രീ വില്ല് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യും, അതിന് പുറത്ത് സ്വയം ചിന്തിക്കാനുള്ള കഴിവ് കിട്ടും. അത് കിട്ടൂല, അത് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ ഞാൻ ജോബിന്റെ കേസിൽ ഞാൻ എന്തായാലും പറയണം, എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരാൾ അടഞ്ഞുകൂടിയിരുന്ന് ചെയ്യുന്ന ജോബെല്ലാം പോകുന്നതാണ് നല്ലതെന്നാണ് ഞാൻ പറയണത്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഫിസിക്കൽ വർക്കിലേക്ക് പോരുകയും ചെയ്യും. അതേപോലെ തന്നെ ഈ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ കൂടിയിരുന്ന് ചെയ്യുന്ന ജോബ്സുകൾ കൊണ്ട് ഉണ്ടാകുന്ന വിഷയങ്ങൾ മാറും. അതേപോലെ തന്നെ ബാക്കിയുള്ള ഫീൽഡ് പൊങ്ങി വരും. അതിനത്ര നെഗറ്റീവായിട്ട് ഞാൻ കാണുന്നില്ല.